അങ്ങനെ നമ്മൾ നമ്മുടെ സ്കാൻഡിനേവിയൻ ട്രിപ്പിൻ്റെ ഏറ്റവും അവസാനത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഡെൻമാർക്കിലെ കോപ്പൻഹേഗനിലെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ ഇന്ന്. സിറ്റിയിലെ ഫുള്ള് നല്ല ഭംഗിയുള്ള ഇങ്ങനെ സ്റ്റോൺ വർക്ക്, ഫുള്ള് സ്റ്റോൺ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ബിൽഡിങ്ങും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യൂണിഫോം തീമിലുള്ള കുറേ ബിൽഡിങ്ങുകളൊക്കെ കണ്ടുകൊണ്ട് നമ്മളിന്ന് ഈ കാൾസ്ബർഗ് ബ്രൂവറി കാണാനാണ് പോകണം കേട്ടോ. ഈ കാൾസ്ബർഗ് ബ്രൂവറി എന്ന് പറഞ്ഞാൽ ഒരു വേൾഡ് ഫേമസ് ആയിട്ടുള്ള ബ്രൂവറിയാണ്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ബിയറൊക്കെ ഉണ്ടാക്കുന്ന ഒരു ബ്രാൻഡാണ് കേട്ടോ ഇത്. അങ്ങനെ അതിൻ്റെ മേക്കിങ്ങും എല്ലാ പ്രോസസ്സിങ്ങും ഒക്കെ കാണാൻ വേണ്ടിയാണ് നമ്മൾ ഈ ബ്രൂവറിയിലേക്ക് വന്നിട്ടുള്ളത്. കുറേ ബിയറും വൈനും ഒക്കെ ഉണ്ടാക്കുന്ന കംപ്ലീറ്റ് സാധനങ്ങളും എല്ലാം ഇവിടെ വെച്ചിട്ട് ഒരു മ്യൂസിയം പോലെ ഇവരിവിടെ ഇതൊക്കെ ഇങ്ങനെ പ്രിസർവ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. ഇങ്ങനെ കാൾസ്ബർഗ് എഴുതിയ കുറേ വണ്ടികളൊക്കെ കണ്ടു. ഫുള്ളിങ്ങനെ സ്റ്റോൺ കൊണ്ടൊക്കെ ഉണ്ടാക്കിയ നല്ല ഭംഗിയുള്ള ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ. അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മുടെ ബാക്കി സ്ഥലങ്ങളിലൊക്കെ കണ്ട ഒരു ഇതുപോലെ തന്നെയാണ് ഈ ബ്രൂവറി കാണാൻ കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട്. ഞങ്ങളിങ്ങനെ കയറിയപ്പോൾ ഇങ്ങനെ കുറേ ഭംഗിയുള്ള കുറേ വട്ട മരങ്ങളൊക്കെ കണ്ടു കേട്ടോ. ഈ കൊമ്പുകളുടെയൊക്കെ അറ്റത്ത് ഇങ്ങനെ ഒരു ബോൾ പോലെ ഇങ്ങനെ എൻഡ് ചെയ്യുന്ന ടൈപ്പ് മരങ്ങൾ, ഇലകളൊന്നും ഇല്ലാതെ ഇങ്ങനെ ഒരു പ്രത്യേകതരം മരങ്ങൾ കുറേ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ ബ്രൂവറിയുടെ ഉള്ളിൽ കയറി കേട്ടോ. നമുക്ക് എൻട്രി തന്നെ ഇങ്ങനെ കുറേ ഭരണികൾ പോലെയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഒരു ഏരിയ ഉണ്ട് കേട്ടോ. അവിടെ ഇങ്ങനെ കുറേ ആളുകളൊക്കെ ഇരുന്ന് ബിയർ കഴിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ വീപ്പ പോലെ കണ്ട കുറേ ഭരണി പോലെയാണ് എല്ലാ സാധനങ്ങളും വെച്ചേക്കുന്നത്. ആ ഒരു വൈനറിൻ്റെയും സാധാരണ ബ്രൂവറികളുടെയൊക്കെ ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ താഴേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അവരതിൻ്റെ മേക്കിങ്ങും പ്രോസസ്സിങ്ങും ഒക്കെ നമുക്കിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരും കേട്ടോ. അതിന് വേണ്ടി കുറേ സീരിയൽസ്, കുറേ ബാർലി, അങ്ങനത്തെ വീറ്റ്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കീപ്പ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ വെച്ചിട്ടാണ് ഈ ഇവിടുത്തെ ബിയറൊക്കെ ഉണ്ടാക്കുന്നതെന്നൊക്കെ അവർ പറഞ്ഞു തന്നു കേട്ടോ. കുറേ എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ തന്നു. ഇതാണ് അവിടെ ഈ ബിയർ ഉണ്ടാക്കാൻ അവർ യൂസ് ചെയ്യുന്ന കുറേ സാധനങ്ങൾ കേട്ടോ. കുറച്ച് ബാർലിയൊക്കെ മനസ്സിലായി. വീറ്റ് ഉണ്ട്. അങ്ങനെ കുറേ സീരിയൽസാണ് അധികം. അങ്ങനെ പിന്നെ അൺലിമിറ്റഡ് ആയിട്ട് ബിയർ കഴിക്കുന്നവർക്ക് അവിടെ നിന്ന് കഴിക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവിടെ കുറേ കുതിരകളൊക്കെ കെട്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ എന്തിനാണ് ഇവിടെ ഈ ഹോഴ്സൊക്കെ ഈ ബ്രൂവറിയിലെന്ന് വെച്ചപ്പോൾ ഇവർ പറഞ്ഞ് പണ്ട് ഇത് തുടങ്ങിയ കാലത്ത് ഒരുപാട് 1846 തുടങ്ങിയ സാധനമാണ്. ആ കാലത്ത് ബിയറും വൈനൊക്കെ ക്യാരി ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരുന്ന കുതിരകളാണത്രേ. അപ്പോൾ ആ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും അവരിവിടെ കുതിരകളെയൊക്കെ വളർത്തുകയാണ്. പിന്നെ അന്ന് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിച്ചിരുന്ന പോലത്തെ കുറേ വണ്ടികളും, അങ്ങനെ ഒരു മ്യൂസിയമൊക്കെ പോലെ അവരുടെ ആ ഹെറിറ്റേജ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരാ പഴമ നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം എപ്പോഴും ഇങ്ങനെ വളർത്തി അതുപോലെ ഇങ്ങനെ പ്രിസർവ് ചെയ്ത് കൊണ്ടുപോയി നടക്കുകയാണ് കേട്ടോ. കുതിരേൻ്റെ കൂടെയൊക്കെ വേണമെങ്കിൽ ഇന്ന് ഫോട്ടോ എടുക്കാം. കുറേ ആൾക്കാർ അതിൻ്റെ പുറത്ത് കയറിയും അതിൻ്റെ സൈഡിൽ നിന്നിട്ടും ഒക്കെ ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി തന്നെ ഒരു കുതിരേനെ അവരിവിടെ പുറത്ത് പിടിച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യം ടീയും സ്നാക്സൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പൊക്കെ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. ഇനി നമ്മുടെ ലാസ്റ്റ് ഡേ ആണ്. അങ്ങനെ ട്രിപ്പ് എപ്പോഴും കഴിയാൻ പോകുമ്പോൾ ഒരു ലാസ്റ്റ് ഡേ ആകുമ്പോൾ ഒരു സങ്കടമാണല്ലോ. കുറച്ച് ദിവസം കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്നൊരു തോന്നല. അതേപോലെ തന്നെ ഇന്നും ഉണ്ടായി. അപ്പോൾ ഇനി ഇത് ലാസ്റ്റ് റെസ്റ്റോറൻറ്റിൽ നമ്മൾ പോയിട്ട് ലാസ്റ്റ് ലഞ്ച് കഴിക്കാൻ പോവാണ് കേട്ടോ. ഈ ബെല്ല ഡെല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് ഈ ലാസ്റ്റ് 2 ഡേയ്സും നമുക്ക് ലഞ്ച് ഉണ്ടായിരുന്നത്. ഒരു മാളിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു കിഡിലൻ ബുഫേ റെസ്റ്റോറൻ്റാണ് കേട്ടോ. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഉപ്പിലിട്ടതും അങ്ങനെ അച്ചാറുകളും പിക്കിൾസും അത് തന്നെ ഒരുപാട് ഏരിയ തന്നെ കണക്കിന് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫ്രൂട്ട്സ് ആണെങ്കിൽ പറയണ്ട, ഒരുപാട് ഫ്രൂട്ട്സ്, നല്ല ഫ്രഷ് ആയിട്ടുള്ള ഗ്രേപ്സും ഓറഞ്ചും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ സാലഡ്സിൻ്റെ ഒരു ലോകം തന്നെയായിരുന്നു. അത്രയ്ക്കധികം സാലഡ്സ്, ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പല പല കോമ്പിനേഷൻസിലുള്ള സാലഡ്സ്, പാസ്ത, മാക്രോണി, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ ഗ്രാൻഡായിട്ടുള്ള, നമ്മൾ ഭയങ്കര സൂപ്പറായിട്ട് കഴിച്ചതിൽ വെച്ച് ഏറ്റവും ഗ്രാൻഡായിട്ടുള്ള ലഞ്ചായിരുന്നു അത് കേട്ടോ. പിന്നെ കുറേ ചിക്കൻ, മട്ടൺ, ബീഫ്, പോർക്ക് വേണ്ടവർക്ക് അതും, ലസാഗ്നയൊക്കെ തന്നെ 2-3 ഫ്ലേവറിലുള്ള ലസാഗ്നകൾ, ചിക്കൻ ടെറിയാക്കി, പിന്നെ നമ്മൾ പ്ലെയിൻ സ്റ്റീംഡ് റൈസ് ഇഷ്ടമുള്ളവർക്ക് സ്റ്റീംഡ് റൈസ് ഉണ്ട്. 2-3 വെജ് കറികളും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ചിക്കൻ നഗറ്റ്സും ബീഫും, അങ്ങനെ മീറ്റ് ബോൾസ്, ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ ചിക്കൻ്റെ ചെസ്റ്റ് പീസ് മാത്രം ഫ്രൈ ചെയ്തത്, അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ്. ഈ ചിക്കൻ ടെറിയാക്കി നല്ല ടേസ്റ്റി ആയിരുന്നു. അതുപോലെ തന്നെ ഈ മീറ്റ് ബോൾസ്, ഇത് രണ്ടുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്, ബീഫിൻ്റെ മീറ്റ് ബോൾസും. അങ്ങനെ നല്ല കിഡിലനായിട്ട് തന്നെ ലഞ്ച് കഴിച്ചു. ഡെസേർട്ടും അതേ കേട്ടോ, നല്ല സോഫ്റ്റി ഐസ്ക്രീംസും, അങ്ങനെ യോഗേർട്സും, കുറേ യോഗേർട്സ് ഉണ്ടായിരുന്നു. കുറേ ഡോനറ്റ്സും ഒക്കെ ആയിട്ട് ഗ്രാൻഡ് ആയിട്ടുള്ള ഫുഡും കഴിച്ചു. അങ്ങനെ നമ്മൾ കോപ്പൻഹേഗൻ നഗരമൊക്കെ വിട്ട് നമ്മൾ കൊച്ചിയിലേക്ക് ഫ്ലൈറ്റ് കയറി.